ആന്ധ്രയിലെ ഭരണകക്ഷിയായ TDP BJPയും ചേർന്നുകൊണ്ട് തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. BJPക്ക് നാമമാത്രമായിട്ടുള്ള MLA-മാരേ ഉള്ളൂ. പക്ഷേ NDAയിലെ ഒരു പ്രബല കക്ഷിയാണ് NDA ഭരണം നിലനിർത്തി പോകുന്നതും TDPയും ഐക്യജനതാദളും ചേർന്ന് തന്നെയാണ്. എന്നാൽ അവിടെ പ്രതിപക്ഷമായ YSR കോൺഗ്രസിന് നാമമാത്രമായ MLA-മാർ, നാമമാത്രമായ ലോക്സഭാ സീറ്റ്, 4 ലോക്സഭാ സീറ്റ്, 7 രാജ്യസഭാ സീറ്റ്. ആ രാജ്യസഭാ സീറ്റിൽ 5ന്റെ കാലാവധി മാസങ്ങൾക്കകം കഴിയുന്നതോടുകൂടി അവിടേക്കും TDP സ്ഥാനാർത്ഥികൾ കടന്നു കയറുന്നു. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെയാണ് കോൺഗ്രസിനോടൊപ്പം ചേക്കേറാൻ താല്പര്യം പ്രകടിപ്പിച്ച YS ജഗൻമോഹൻ റെഡ്ഡിയെ പിന്തിരിപ്പിക്കുന്ന ഘടകം. ജഗൻമോഹൻ റെഡ്ഡി അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം കൈകോർത്ത് പ്രവർത്തിക്കാനാണ് ഭാവമെങ്കിൽ കൃത്യമായും ED പൂട്ടും എന്ന ഒരു സന്ദേശം അയക്കുന്നു. അതായത് BJPയുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ രീതി എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഭയപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല, ജയിലിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ച് അവരെ ഭീഷണിപ്പെടുത്തുക, അവരുമായി വിലപേശൽ നടത്തുക. നമുക്കറിയാം YSR കോൺഗ്രസ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഒക്കെ മൃദു സമീപനം എടുത്തത് അത് തന്നെ ഒരു രീതിയിലും ഉപദ്രവിക്കരുതേ എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ തനതായ കീഴ്വഴക്കങ്ങളെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയിലെ MLA-മാർ YS ശർമിളയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസിൽ ചേരാൻ ആഗ്രഹിക്കുന്നു. ജഗൻമോഹൻ റെഡ്ഡി ഇനി ഏതൊക്കെ രീതിയിൽ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും പാർട്ടിയിലെ MLA-മാരും MP-മാരും ഒന്നടങ്കം പാർട്ടി വിട്ടു പോവുകയാണെങ്കിൽ അത് ജഗൻമോഹനെ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയേറെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ്. ജഗന് ഇനി തിരിച്ചു വരാൻ സാധ്യതകൾ തന്നെ വിരളമായി നിൽക്കുകയാണ്. യഥാർത്ഥ YSRന്റെ പിൻഗാമി ശർമിളയാകുമോ എന്നുള്ളത് കാത്തിരിക്കണം. കുറെ നാളുകളായി ശർമിള ഇതിനു വേണ്ടിയുള്ള അവസരം കാത്തിരിക്കുകയാണ്. ജഗൻമോഹൻ കോൺഗ്രസിലേക്ക് വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. കോൺഗ്രസിന്റെ നിലവിലെ സംസ്ഥാന ഘടകം അധ്യക്ഷ ശർമിളയാക്കിയതും ഉൾപ്പെടെ പല കാര്യങ്ങളും കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് ഈ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി, ഈ ഒരു നീക്കത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം.